മാഷാ അല്ലാ. ഈ മാസം തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിഅ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോഡ് സിസ്റ്റേഴ്സ്, ഇന്നത്തെ വിഷയം ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് എന്ന് വേണം പറയാൻ, അല്ലേ? അതായത് നമ്മുടെ സ്ത്രീകൾ സ്വന്തം ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്ടവർ മേ ബി, അവരതൊന്നും എന്താണെന്ന് അറിയുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല, അല്ലെ? എന്നാൽ ചിലർ നന്നായിട്ട് അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ല, നമ്മുടെ സ്ത്രീകളെ അവരെ തൊട്ടറിഞ്ഞ് ഹൃദയത്തിന്റെ ഭാഷയിൽ അവരുടെ സ്വഭാവം, അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചില പുരുഷന്മാരോട് സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് പോലും നല്ല റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ നമ്മൾ പലപ്പോഴും പല ആളുകൾ ക്ലയൻസും പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ ഈ വീഡിയോക്ക് ഇങ്ങനെ 2 പേരുകൾ നൽകാം. 2 സൂട്ടാണ്, അല്ലെ? ഒന്ന്, സ്ത്രീകൾ സ്വന്തം ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്. 2, നമ്മുടെ ഭർത്താക്കന്മാർ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. ഈ 2 പേരും ഇതിന് സൂട്ടബിൾ ആണ്. അൽഹംദുലില്ലാഹ്. അതായത് പല സ്ത്രീ പുരുഷന്മാരും അവരുടെ ഇണകളെ കുറിച്ച് ഒരുപാട് പരാതികളാണ്, അല്ലെ? എസ്പെഷ്യലി പുരുഷന്മാർക്ക് ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യില്ല ചെയ്യാമെന്ന് നോക്കാം, അല്ലെ? ആണുങ്ങൾ പലതും പറയില്ലേ, വൃത്തിയിൽ ഡ്രസ്സ് ചെയ്യൂല, കുട്ടികളെ നോക്കൂല, വൃത്തിയാക്കൂല, വീടങ്ങനെ ഉമ്മനിപ്പനായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ 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 ഒരുപാട് പല ദാമ്പത്യത്തിന്റെ ഇടയിലും പ്രശ്നങ്ങൾ കാണാം, അല്ലെ? പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ചിലര് മാത്രം അത് പറഞ്ഞ് കൗൺസിലർ അടുത്തെത്തും, മറ്റു ചിലരും വീട്ടിൽ പൊട്ടലും ചീറ്റലും ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടും, അല്ലെ? ഈച്ച് ആൻഡ് എവറി ലേഡീസ് അവരുടെ വെഡിങ് ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ഒട്ടേറെ എക്സ്പെക്ടേഷൻസ്, ബിലീവ്സ്, ഹാപ്പിനെസ് ഒക്കെ ആയിട്ടാണ്, അല്ലെ? ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞറിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളും ഒരു ഹാപ്പിനെസ്സും സന്തോഷം കാണുമെന്ന് വിചാരിച്ചാണ് കാലെടുത്ത് വെക്കുന്നത്. ബട്ട് കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഇതിന്റെ സത്യാവസ്ഥ, അല്ലെ? കുറുക്കൻ പറഞ്ഞ പോലെ ഇതൊരു പുളിക്കുന്ന മുന്തിരിയാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക, അല്ലെ? ആക്ച്വലി വെഡിങ് ലൈഫിനെ കുറിച്ച് നമുക്ക് പുളിക്കുന്ന മുന്തിരിയേക്കാൾ പിന്നെ ഉപമിക്കാൻ നല്ലത് നെല്ലിക്കയോടാണ്, അല്ലെ? കമ്പാരിറ്റീവ്ലി, അതായത് നെല്ലിക്ക പോലെയാണ് മോസ്റ്റ് പിന്നെ സാമ്യം. അതായത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ്, അല്ലെ? വിവാഹ ജീവിതത്തിന്റെ ഒരുവിധം അനുഭവസ്ഥരോടൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന റിസൾട്ട് അതായിരിക്കും, അല്ലെ? അതായത് ഞാനിപ്പോ പറയാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്, അല്ലെ? ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ, അല്ലെ ആരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പുരുഷൻ ഇതേ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആ ദാമ്പത്യം നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ ദാമ്പത്യം, ഐഡിയൽ കപ്പിൾസ് ആയിരിക്കും, ഐഡിയൽ മാരീഡ് ലൈഫ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല, അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴുതയെ പോലെ, അടിമയെ പോലെ, ആനയെ പോലെ, അല്ലെ? ആന ഇത്ര വലിയ തടിമരം കൊടുത്താലും ആന പൊക്കും, അല്ലെ? അതുപോലെ കഴുതൊക്കെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ അടിമകളും അതേപോലെ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സ്ത്രീകൾ, അല്ലെ? അത് ഫാദർ ഇൻ ലോസ്, മദർ ഇൻ ലോ, അതായത് അമ്മോഷൻ, അമ്മായി, അങ്ങനെ അവരെ കെയർ ചെയ്യും, കുട്ടികളെ എഡ്യൂക്കേഷൻ ടേക്ക് കെയർ ചെയ്യും. ആകെ മൊത്തം ടോട്ടലിലെ ഒരു എക്സലന്റ് വൈഫായി തീരും, അല്ലെ? അതായത് സൗജത്തൻ സ്വാലിഹത്തൻ എന്നായി തീരണം. അതായത് അവർ കൂടുതൽ പണം ചെലവഴിക്കുകയോ പിന്നെ നല്ലൊരു ഭാര്യ ആയി തീരണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പണം ചെലവഴിക്കുകയോ സാരി വാങ്ങിക്കൊടുക്കുകയോ സ്വിറ്റ്സർലാൻഡിൽ ടൂറ് പോവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, അല്ലെ? പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ താഴെ വിവരിക്കാം. പണ്ടൊരു ചെല്ലുണ്ട്, അല്ലെ? സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലും. നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അവരായിട്ട് ഇടഞ്ഞാൽ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് ഇപ്പൊ
പിന്നെ ചെറുപ്പക്കാർ ആൺകുട്ടികൾക്ക്, അതായത് ഫസ്റ്റ് മാരേജിന് തന്നെ പിന്നെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ല, എന്നിട്ടല്ലേ സെക്കൻഡ് മാരേജിൽ. അപ്പൊ ഒന്ന് അറിഞ്ഞും പിടിച്ചും തൊട്ടും മനസ്സിലാക്കിയൊക്കെ നല്ല രീതിയിൽ നിന്നാല് അവർക്ക് തന്നെ, പുരുഷന്മാർക്ക് തന്നെ നല്ലത്, സ്ത്രീകൾക്കും അത് തന്നെ നല്ലത് അല്ലെ. ഇക്കൂട്ടരെ വെറുപ്പിച്ചാൽ മനസമാധാനം നഷ്ടപ്പെടും. ലേഡീസ് ആയിട്ട് എപ്പോഴും ഉടക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും അല്ലെ. മസ്കൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വീടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് സമാധാനത്തിന്റെ ഗേഹം അല്ലെ. അങ്ങനെ അവരായിട്ട് പിന്നെ ചേർത്തും പിടിച്ചും സ്നേഹിച്ചും താലോലിച്ചും ഒക്കെ കൊണ്ട് നടന്ന ഒരുപാട് ആണുങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താന്ന് വെച്ചാല് നല്ല കറി ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ഉള്ള അല്ലെ. അതായത് ഇന്ന് കറി കൂട്ടുമ്പോൾ നാളെ ഇന്നലത്തെ ചാറ് നല്ല ഭയങ്കര ടേസ്റ്റ് തന്നെയല്ലോ, ഇന്നലെ നീ ഉണ്ടാക്കിയ ബിരിയാണി എന്ത് നല്ല ബിരിയാണി, ഞാൻ പുറത്ത് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കഴിച്ചിട്ട് എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ എന്നൊക്കെ പറയല്ലേ. അതായത് വീട്ടു ജോലി കൂടുതലായിട്ട് ചെയ്യും. ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട് വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് അവള് കെയർ ചെയ്യും അല്ലെ. വീട് ബ്യൂട്ടിഫുൾ ആയിട്ട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കും. എന്താക്കണം, കയറി വരുമ്പോ ചോദിക്കോ എന്തൊരു വൃത്തിയാ, ഈ നേരം വെളുത്തരം ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടാവൂല അല്ലെ. വെറുതെ ഒന്ന് ഒരൊറ്റ ഒരു കമന്റ് മതി, ആ കമന്റിന് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. പക്ഷെ ഇതൊന്നും ആണുങ്ങളൊന്നും തീരെ ശ്രദ്ധിക്കൂല അല്ലെ. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീട് ബ്യൂട്ടിഫുൾ ആയി കൊണ്ട് നടക്കും. ആണുങ്ങളെ കീശ കാലിയാകുകയില്ല, വീട്ടിൽ നല്ല മനസ്സമാധാനവും സ്വസ്ഥതയും കിട്ടും അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ട്രിപ്സ് അറിഞ്ഞിരുന്നെങ്കിൽ ആണുങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആണുങ്ങൾക്ക് മാത്രമല്ല, വീട്ടിൽ മൊത്തം ആകെ ടോട്ടൽ മൊത്തം കുട്ടികൾക്കടക്കം ഒരു സന്തോഷമാണ് അല്ലെ. ഉപ്പയും അമ്മയും എപ്പോഴും കച്ചറ ഉണ്ടാക്കുന്ന വീട്ടിലൊരു സമാധാനം ഫീൽ ചെയ്യൂലല്ലോ അല്ലെ. അവർ തന്നെ, അവർക്ക് പല ട്രോമാസ് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാലും കോളേജ് പഠിക്കുമ്പോഴും പഠിക്കായിക, മറന്നു പോകുക, പിന്നെ വീട്ടില് പിന്നെ ഒരു എന്താ പറയാ ഇൻട്രോവേർട്ട് ആയിരിക്കുക, ആരോടും മിണ്ടാണ്ടിരിക്കുക, പഠിക്കാണ്ടിരിക്കുക, ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്സ് അങ്ങനത്തെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉള്ളതായിട്ട് അനുഭവപ്പെടാം. ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നില്ലേ, 4 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ തന്നെയാണ് ഒരു പുരുഷൻ സ്വന്തം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അത് രണ്ടും അങ്ങോട്ട് ടാലി ആയി കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു സാധനം അല്ലെ. വീട് സമാധാനത്തിന്റെ ഗേഹം മസ്കനായി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ, ആർക്കും ഒരു റോളും ഇല്ല. അവിടെ ഒരു അമ്മായിയമ്മക്കോ നാത്തൂനോ വേറെ ആർക്കും ഒരു റോളും ഇല്ല അല്ലെ. ഒരു ഭാര്യ, അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒക്കെ എവിടെ നിന്നാണോ കെയർ കിട്ടുന്നത് അവിടേക്ക് വളഞ്ഞു പോകും. അതായത് നമ്മൾ ചെടികൾ പ്ലാന്റ്സിനെ കാണുന്നുണ്ടല്ലോ അല്ലെ. അടുത്ത വീട്ടിലുള്ള ഒരു വലിയൊരു മാവ് കുഴിച്ചിട്ടു, അവരെ മുറ്റം നിറച്ചും ചെടിയാണ്. നമ്മളെ ടെറസ് ഓപ്പൺ ടെറസ് കാലി, അപ്പൊ ആ മാവ് മുഴുവൻ വരിക ഞങ്ങളെ ടെറസിലേക്കാല്. എന്നിട്ട് അവിടെ വന്ന് ഇല ചീഞ്ഞ് വീണ് നമ്മുടെ പിന്നെ വാർപ്പിന്റെ ഹോൾസ് ഒക്കെ അടഞ്ഞ് വെള്ളം നിന്ന് ലീക്ക് വന്നില്ലേ, നമുക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ മാവിനറിയാൻ പാടുണ്ടോ ഇങ്ങോട്ട് ചായാൻ പാടില്ല. അതുപോലെയാണ് സ്ത്രീകളെയും കാര്യം അല്ലെ. അവർക്ക് എവിടുന്നാണോ കെയർ കിട്ടുന്നത്, എവിടാണോ അപ്രിസിയേഷൻ കിട്ടുന്നത്, എവിടാണോ സ്നേഹം കിട്ടുന്നത് അവിടേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് സ്കൂൾ കോളേജിലെ റീയൂണിയൻ കാരണം പലർക്കും അലൂമിനിയം മീറ്റ് കാരണം പല ദാമ്പത്യ ബന്ധങ്ങളും അടിമേലെ മറിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല കാരണം. ഇതെന്താ മെയിൻ കാരണം എന്നറിയുന്നത്, പിന്നെ സ്ത്രീകൾക്ക് നല്ല, അതായത് പണ്ട് കോളേജിൽ പഠിച്ച കാലത്തുള്ള ഏതെങ്കിലും ചെക്കൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ അവള് പറയേ കഥ പോക്ക, അയൊരൊറ്റ വാക്ക് മതി, അയൊരൊറ്റ ഫോൺ കോള് മതി. പിന്നെ അതുമല്ല അത് പോഞ്ഞ് ആകെ കുട്ടിച്ചോറ്. 2 ഫാമിലി അതോടുകൂടെ മിസ്സാവുന്നില്ല. അത് വലിയ ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ദാമ്പത്യ ജീവിതം, അത് ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അത് ഉടഞ്ഞാല് അല്ലെ, വീണാൽ എന്തായാലും ഉടയും. ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെറുക്കി കൂട്ടാനല്ലാണ്ട് ഒന്നിനും പറ്റൂല അല്ലെ. അതുകൊണ്ട് തന്നെ അതിന് പല സ്ക്രാച്ചസോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് കൊണ്ടടക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ കെയർ കിട്ടുന്നത് എവിടേക്കാണോ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. ഹസ്ബൻഡ് കെയർ ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിനെ തന്നെ പിന്താങ്ങി നിൽക്കും. അതല്ല ഇനി ഫാദർ ആണെന്നെങ്കിൽ എല്ലാ കാര്യത്തിനും ഫാദറിന്റെ അടുത്തേക്ക് പോകും അല്ലെ. എനിക്ക് കുട്ടികളാണ്, ചിൽഡ്രൻസ് ആണ് വിചാരിച്ചോളി, അവര് കല്യാണം കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ സെറ്റിലാണ്, ഉമ്മ അവിടെ ഒന്നോളി ഉമ്മ അവിടെ ഒന്നോളി എന്ന് പറയുമ്പോ ഉമ്മ വിചാരിക്കും ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഇയാളെ നോക്കി ഇയാളെ ചീത്തയും കെട്ടിക്കുന്നവരെ കൊണ്ട് എനിക്ക് ഓലെ കൂടെ പോയാൽ സുഖമായിട്ട് ജീവിച്ചൂടെ അല്ലെ.
അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ കേസസ് ഇപ്പൊ ഈ അടുത്ത 4-5 കൊല്ലത്തിന്റെ അടുത്ത് നാട്ടിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ഇണക്കി തന്നല്ലേ, മവദ്ദത്തോടു കൂടി റഹ്മത്തോടും കൂടി ഇണക്കി ചേർത്ത് ഒരുപാട് ആളുകളെ മുമ്പിൽ വെച്ച് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ലൈഫ് നമ്മളെ കൈ കെട്ടിയിട്ട് ആണായാലും പെണ്ണായാലും ഒക്കെ അത് നശിപ്പിക്കുമ്പോൾ അത് നമ്മളും കൂടെ ഉത്തരവാദികളാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ പാവം നമ്മുടെ മക്കളും ഭാഗവാക്കാണ് അല്ലെ. അതായത് 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം കെയർ, രണ്ടാമത്തെ ട്രൂത്ത്ഫുൾനെസ്, അതായത് വിശ്വാസം അല്ലെ, എല്ലാം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തത് അൺകണ്ടീഷണൽ ലവ്, ഹൗ ടു എക്സ്പ്രസ് ലവ്. നമ്മളിൽ പലർക്കും തന്നെ അറിയാത്തൊരു കാര്യമാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് അല്ലെ. പലർക്കും അങ്ങനെ ഒരു വസ്തുതയെ അറിഞ്ഞുകൂടാ. കാരണം സ്നേഹം എന്തിനുള്ളതാണ്? അത് ചെപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാനോ, പിന്നെ റൂമിലുള്ള ലോക്കറിന്റെ ഉള്ളിൽ 4-5 ലോക്ക് ചെയ്ത് പൂട്ടി അതിന്റെയും ഉള്ളിൽ ബോക്സിലാക്കി വെക്കാനോ ഉള്ളതല്ല. സ്നേഹം നമുക്ക് ആരോടുണ്ടെങ്കിൽ, ആരോട് മീൻസ് അവിഹിത ബന്ധങ്ങളിലെ സ്നേഹമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു. ഉമ്മനോട്, ഉപ്പനോട്, അയൽവാസികളോട്, പിന്നെ നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ട ആരോടും നമുക്ക് സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് തോന്നണം അല്ലെ. ആരെങ്കിലും വന്നാൽ നമ്മൾ വേഗം പോയി എണീറ്റ് ചായ കൊടുത്ത് നല്ല ചിരിച്ച മുഖത്തോടു കൂടി സംസാരിച്ച് പെട്ടെന്ന് പോവാണ്. ഇവർക്ക് ശരിയായില്ലട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി വരണം, അങ്ങനെയൊക്കെ പറയാം. ഒരു വരാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ വരികയില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ഒരു ഫോർമാലിറ്റി ആയിട്ട് അങ്ങനെ പറഞ്ഞ് ശീലായിപ്പോയി അല്ലെ. അതുപോലെ നാലാമത്തത് സ്റ്റെബിലിറ്റി, സ്ഥായിയായ സ്നേഹം അല്ലെ, സ്ഥിരമായ സ്നേഹമായിരിക്കണം അല്ലെ. ഇന്നൊരു ദിവസം സ്നേഹം, നാളെ വെറുപ്പ്, മറ്റന്നാൾ പിണക്ക്, അതിന്റെ പിറ്റേന്ന് അടി, അങ്ങനെ ആയ ഇത് അല്ലെ. ഇൻഷാ അല്ലാഹ് ലെറ്റ് us go to the points. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം അല്ലെ. 4 കാര്യങ്ങളാ പറഞ്ഞ്. ഒന്ന് കെയർ, ശ്രദ്ധ. 2 ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധമായിരിക്കണം. 1 അൺകണ്ടീഷണൽ ലവ്. 4 സ്റ്റെബിലിറ്റി, എല്ലാത്തിനും ഒരു സ്നേഹത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു സ്റ്റെബിലിറ്റി വേണം അല്ലെ. ഇന്നെല്ലാ സാധനം, ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എല്ലാം വാങ്ങിക്കൊടുത്ത് അടുത്ത മാസം സാധനം ഉണ്ടാവില്ല. പൈപ്പ് ലീക്ക് ആയാല് പിന്നെ എന്താ പറയണ്ടേ, മെക്കാനിക്കും ഉണ്ടാവില്ല. ആകെ അലങ്കോലായി കിടക്കുന്ന ഒരു ജീവിത ശൈലി കാണാം. അതല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റെബിലിറ്റി വേണം അല്ലെ. പിന്നെ അതായത് കെയർ എങ്ങനെയാണ് കൊടുക്കുക അത് നമുക്ക് പഠിക്കാം അല്ലെ. ആ കെയർ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ, ഒരു അസുഖം വന്നാൽ, മുഖമൊന്ന് വാടിയാൽ, ക്ഷീണം തോന്നിയാൽ അല്ലെ, അതായത് ഭാര്യ സാധാരണ വരുമ്പോ വാതിലുറക്കുകയും ചിരിക്കുകയൊക്കെ, നിങ്ങൾക്ക് എന്ത് പറ്റുന്ന, നല്ല ക്ഷീണം ഉണ്ടല്ലോ, അന്നേരം ഉറങ്ങിയിട്ടില്ലേനോ. ക്ഷീണം തോന്നുമ്പോൾ, അതിൽ ഫറ്റീഗ്, വിശപ്പ് ഉണ്ടാവുമ്പോൾ, അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഇനി ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറയും. ചിലർ അതെന്താ, ഓളടുക്കളയിലല്ലേ ഒക്കെ ഇഷ്ടമാതിരി കഴിക്കാലോ, എന്നെ പോലെ വിളമ്പി തരുന്ന ചില ആണുങ്ങൾ പറയുന്നേക്കാം അല്ലെ. എന്നെ പോലെ കണക്കാക്കി വിളമ്പുന്നല്ലോ, ഒക്കെ ഇഷ്ടം പോലെ കഴിക്കാലോ, ഒക്കെ കഴിച്ചുകൂടെയൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളെ മുമ്പിൽ ആ ഭക്ഷണമായി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അല്പം ഒരു സ്നേഹത്തോടെ, അല്പം ഒരു മബദ്ധത്തോടെ, റഹ്മത്തോടെ ഒന്ന് അവരെ വീക്ഷിച്ചുകൂടെ. രസമുള്ള കറി, എത്ര നല്ല കറി ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആണുങ്ങളെ സ്വഭാവം ഒന്നും മിണ്ടില്ല അല്ലെ. ഒന്നും മിണ്ടില്ല. രസം ലേശം ഒന്ന് ഉപ്പോ മുളക് ഏറിയ കണ്ണ് ചുവന്ന് ദേഷ്യം പിടിച്ച് വലിച്ചെറിഞ്ഞ് അല്ലെ. അങ്ങനെ അപ്പൊ ആ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ പണ്ട് നമ്മള് പഠിച്ചതായിരിക്കും. പണ്ട് എന്ന് വെച്ചാല്, പണ്ടുള്ള ആണുങ്ങളൊക്കെ എന്ന് വെച്ചാല് ഭാര്യമാരെ അപ്രീഷിയേറ്റ് ചെയ്യുക, സ്നേഹിക്കുക, പിന്നെ എന്ന് വെച്ചാൽ പൊന്തിച്ച്, അതായത് നല്ല നിലയിൽ സംസാരിക്കുക. അതൊക്കെ അവർ കരുതിയിരുന്നത് എന്താന്ന് വെച്ചാല്, അതൊക്കെ ഒരു തരം എന്താ പറയാ, പെൺകോന്തന്മാരെ സ്വഭാവമാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ശാസ്ത്രം വളർന്നു അല്ലെ. സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡാ. പണ്ടുള്ള നമ്മളെ കുട്ടികളെ പിന്നെ LP-യിലും UP-യിലും പഠിപ്പിച്ച് നിർത്തും അല്ലെ. എപ്പോഴൊക്കെ കല്യാണം കഴിക്കും പെൺകുട്ടികൾ. ഇപ്പം പെൺകുട്ടികൾ നിർത്തുന്നുണ്ടോ? +2 കഴിഞ്ഞിട്ടും നിർത്തുന്നില്ല, പിന്നെ ഡിഗ്രി എടുത്തിട്ടും നിർത്തുന്നില്ല, PG എടുത്തിട്ടും നിർത്തുന്നില്ല. മാസ്റ്റേഴ്സ് വേണം അല്ലെ. മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ തന്നെ നോക്കാം പറ്റുമെന്നില്ല. അല്ല, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD-യിലേക്കാണ് അവരെ കണ്ണ്. അത് കഴിഞ്ഞാൽ തന്നെയും അവർ പറയും നോക്കാം, കല്യാണത്തിനൊന്നും സമയമായിട്ടില്ലല്ലോ, ഇനി ഉണ്ടല്ലോ അല്ലെ. അതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ നമ്മുടെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ നമ്മൾ ടോട്ടൽ ചേഞ്ച് വരുത്താണ്ട് നമ്മളെ ജീവിതത്തിന് ഒരു ബ്യൂട്ടിഫുൾ ആക്കാൻ ഒരിക്കലും സാധിക്കൂല. ഇതൊന്നും സൈക്കോളജിയും പിന്നെ കാലഘട്ടം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒന്നും അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും ഈ കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100% പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാനല്ലേ. ഈ 10-12 ഭാര്യമാരുണ്ടായിട്ട് ആരെങ്കിലും ഒരു കുറ്റം പ്രവാചകനെ കൊണ്ട് പറഞ്ഞതായിട്ട് ആരും കേട്ടിട്ടുണ്ടോ? ഇല്ലാലോ അല്ലേ. അപ്പം കുറേ ദിവസമായിട്ട് വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് വല്ലാത്ത ക്ഷീണം അല്ലേ. പീരിയഡ്സ് ആയോ?
അതല്ലേ ഇന്നലെ ഉറങ്ങിയില്ലേ, അല്ലെങ്കിൽ ഇന്നലെ മോനല്ല പനിയായിരുന്നില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ അമ്മനെ കാണാത്ത സൂക്കേടാണെന്നില്ല, നമുക്ക് ഈ ആഴ്ച പിന്നെ വീക്കെൻഡ് പോവാ, ഫ്രൈഡേ പോവാ, കുട്ടിയെ 2 ദിവസം സ്കൂളല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നൊരു ഇതില് മയത്തിൽ കൊണ്ടുവരാം. ഇനിയിപ്പോ അഥവാ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വെള്ളിയാഴ്ച പോകട്ടോ എന്നൊക്കെ പറഞ്ഞു, നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന ഭർത്താവാണ്, വെള്ളിയാഴ്ച ആയപ്പോ ഓഫീസിൽ എന്തെങ്കിലും തിരക്കല്ലേ, വെറുതെ നിൽക്കാതെ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല, ഞങ്ങൾ തോന്നുന്നു ഇപ്പൊ പോകാൻ പറ്റിയില്ല കേട്ടോ, എന്താ ചെയ്യാന്ന് അങ്ങോട്ട് ചോദിക്കുക അല്ലെ, ഇങ്ങോട്ട് പറയാൻ കാക്കരുത്. ഓളിങ്ങനെ ഹാലിളകാൻ നിൽക്കരുത്, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, എന്താ ഇപ്പൊ ഇനിയിപ്പൊന്ന് പോകാൻ പറ്റി, നാളെ പോയാൽ മതിയോ, നാളെ പോയാൽ മതി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാരില്ല, ഇന്നിപ്പോ ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ടല്ലേ, നമുക്ക് നാളെ രാവിലെ പോവാ, അല്ലെങ്കിൽ ഈ ആഴ്ച പോട്ടെ, അടുത്ത അനിയത്തി വരും അന്നേരം പോകാം എന്നൊക്കെ അവൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തും. അതിന് നിങ്ങൾ ഒരു പടി മുന്നോട്ട് എറിഞ്ഞു കൊടുക്കണം അല്ലെ. അങ്ങനെ ഇവരിപ്പോ നാത്തൂൻ അമ്മായിമ്മ അറ്റാക്ക് ഒക്കെ ഉണ്ടാവും അല്ലെ, എന്തൊക്കെ നിങ്ങൾ ചോദിച്ചാല് അല്ലെ, അവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ചില വീടുകളിൽ, എല്ലാ വീടുകളും നമുക്ക് ഒരുപോലെ അടച്ചാക്ഷേപിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് അമർത്തി അരക്ക് കെട്ടിപ്പിടിച്ച് അവളിൽ നിന്ന് പറയാ അല്ലെ, അത് അങ്ങനെ പിന്നെ കെട്ടിപ്പിടിച്ചും കൊണ്ട് പറയാൻ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റൂല, ഞാൻ 10-25 വരെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇതാക്കിയൊക്കെ ചെയ്തതല്ലേ, പെങ്ങളെല്ലാം ഉള്ള 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവുമല്ലോ, ഉമ്മ വയസ്സായില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, എനിക്കറിയാം, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ വാക്ക് മതി, അവൾ ഏത് ഭൂകമ്പത്തെയും അവൾ അതിജീവിക്കും. പക്ഷെ നമ്മളെ ആണുങ്ങളൊന്നും അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യും ഇല്ല അല്ലെ, അവരെ കൂടെ നിന്നിട്ട് അറ്റാക്ക് ചെയ്യും. ആരെ കൂടെ നിൽക്കണ്ട, ഉമ്മന്റെ കൂടെ നിൽക്കണ്ട, പെങ്ങളെ കൂടെ നിൽക്കണ്ട, ഭാര്യന്റെ കൂടെ നിൽക്കണ്ട, ചോദിക്കുക, സംഗതികൾ ചോദിച്ചറിയാം, എന്നിട്ട് അവിടെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാം. എല്ലാരും ജഡ്ജ് ചെയ്യും. ഉമ്മ ആണെങ്കിലും ഉമ്മനെ ക്രോസ് ചെയ്യാൻ പറ്റൂല, ഉമ്മ സൈലന്റ് ബോർഡിൽ ഇട്ടൊക്കെ, പക്ഷെ പെങ്ങളോടും ഉങ്ങളോടൊക്കെ കാര്യമായിട്ടുള്ളതൊക്കെ ഒറ്റ പ്രാവശ്യം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പെങ്ങളും വാദിക്കാൻ വരൂല, കാരണം അത് നടക്കൂല എന്ന് മനസ്സിലായില്ലേ. അങ്ങനെ അപ്പൊ കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെ എന്തേ പ്രശ്നം ഉണ്ടായി, പൊട്ടലും ചീറ്റലും കരച്ചിലൊക്കെ ഉള്ള ദിവസം രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒന്ന് അരക്ക് കൂട്ടി പിടിച്ചിട്ട് ഞാനില്ല, നീ എന്തിനാ പേടിക്കുന്നു, ഓല അവിടുന്ന് പറഞ്ഞോട്ടെ, ഓളിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പോലേ, ഞാൻ ഒന്നും ശ്രദ്ധിക്കാണ്ട്, ഇനിയിപ്പോ ഉമ്മ അതമ്മനത് അനിയൻ ഖത്തറിലേക്ക് വിളിക്കുന്നുണ്ട്, 2 മാസം ഉമ്മ ഉണ്ടാവൂല, എന്നെ വയസ്സായില്ലേ, ഉമ്മ കുറെ കഷ്ടപ്പെട്ടല്ലേ നോക്കിയത്, എനിക്കിപ്പോ ഇല്ലാത്തല്ലേ, അങ്ങനൊക്കെ അങ്ങ് പറഞ്ഞാലും ഒക്കെ സമാധാനം ഉണ്ടാവൂലേ. മറ്റിപ്പോ അധികം ആണുങ്ങൾ അതെല്ലാലും ചെയ്യാലേ, എന്തെങ്കിലും പറയുമ്പത്തിന് അവരെ ഭാഗം കൂടി വിളാറാസത് തന്നെ, ഇതൊക്കെ എന്റെ വീട്ടിലെ കുറ്റങ്ങളാണ്, എന്റെ അങ്ങളങ്ങനെ ഉമ്മ അങ്ങനെ ഉപ്പ അങ്ങനെ അങ്ങനെ പറയും അല്ലെ. അപ്പൊ അത് അവർക്ക് എന്താക്കും, എരി തീയിൽ എണ്ണ ഒഴിച്ച എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ഭാഗം നിന്നും ഒരിക്കലും ക്രോസ് ചെയ്യരുത്. ആരെ ഭാഗത്താണോ തെറ്റ് എല്ലാവരോടും വായിക്കാൻ പറയാം, തെറ്റുകൾ വായിച്ച കുട്ടികൾ ദൃക്സാക്ഷികൾ ഉണ്ടാലോ അല്ലെ, ഐ വിറ്റ്നസ് കുട്ടികൾ. അപ്പൊ കുട്ടികൾ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവർക്കൊന്നും കളവ് പറയാൻ പറ്റൂല അല്ലെ. അപ്പൊ സത്യത്തിന് ഒരിക്കലും മൂടുപടം പുതച്ചു വെക്കാൻ പറ്റൂല, സത്യം എന്നെങ്കിലും പുറത്തു വരും. അപ്പൊ ഒരുക്ക് ഇനി പിന്നീടുള്ള ഒരു അറ്റാക്കിന് അതൊരു കാരണം, അറ്റാക്ക് നടത്താനുള്ള ഒരു എന്താ പറയാ, നടത്താതിരിക്കാനുള്ള ഒരു പ്രചോദനമാവും ഇത് അല്ലെ. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നതിന് പണച്ചെലവില്ല, സമയം വേണ്ട, മറ്റുള്ള ഇന്ധനം, കറണ്ട്, ഗ്യാസ് മുതലായവയൊന്നും വേണ്ട, ഒന്നും വേണ്ട അല്ലെ, ഒന്നും വേണ്ടാന്ന് മാത്രമല്ല, മബദ്ധത്തു റഹ്മ, അതിനൊരു പ്രത്യേക കാരുണ്യല്ലേ, അതിലൂടെ നമ്മൾ അബദ്ധത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു റഹ്മത്താണ്. റഹ്മത്തുള്ള ബർക്കത്തുള്ള വീട്ടിൽ കുറച്ചൊരു 500 രൂപ ഓട്ടി വരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ പോലും അവന്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കഴിയും, അവൻ കുറിക്കും വെക്കും, കുട്ടികളെയും പഠിപ്പിക്കും അല്ലെ. അപ്പൊ ആ മബദ്ധത്തും റഹ്മത്തും ഉണ്ടാക്കാനായിട്ട് സ്ത്രീകൾ മാത്രം മെനക്കെട്ടാ പോരാ, അല്പമൊക്കെ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നും കുറെയൊക്കെ എന്താ വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേണമെങ്കിൽ ആ രീതിയിൽ ആ തോട്ട് പാറ്റേണിൽ ചിന്തിക്കണം. പണ്ട് ആരൊക്കെയോ പറഞ്ഞു തട്ടുന്ന ബിലീഫ് സിസ്റ്റങ്ങളിലെ, അതായത് ആണുങ്ങൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുള്ളൂ, വരുമ്പത്തിന് ഇങ്ങോളെ തലക്കറ്റൊക്കെ നിൽക്കണ്ടുള്ളൂ, വഷളാവും, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലാസ്സുകളൊന്നും വില പോവുകയില്ല. നമ്മുടെ പെരുമാറ്റം അതുകൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു മാരീഡ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലെ. ഒരു സ്ത്രീയും തന്നെ ഇന്ദിരാഗാന്ധിയെ പോലെ, ബൂട്ടോയെ പോലെ രാജ്യം ഭരിക്കണമെന്നോ, സുസ്മിതാ സെന്നിനെ പോലെ
പിന്നെ സൗന്ദര്യറാണി പട്ടം ഇന്ത്യൻ ലോകത്തിലെ സൗന്ദര്യറാണി പട്ടം കിട്ടണമെന്നോ അമിതാഭ് ബച്ചന്റെ മോനെ കല്യാണം കഴിക്കണമെന്നും അവൾ ആഗ്രഹിക്കുകയില്ല അല്ലെ. നമ്മുടെ സ്ത്രീകളല്ല, അവർ അടുക്കളയിൽ നിന്നുള്ള വളരെ ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നിറവേറ്റണം അല്ലെ. അവളൊന്ന് ക്ഷീണിക്കുമ്പോൾ നെറ്റിയിലൊന്ന് ചുംബിക്കണം അല്ലെ. ഞാനുണ്ട് നിന്റെ കൂടെ അല്ലെ എന്ന് പറഞ്ഞിട്ട് ഐ ആം വിത്ത് യു എന്നുള്ള ഒരു തോട്ട് പാറ്റേൺ ഒക്കെ കിട്ടുന്ന ഭയങ്കര ഒരു റിലീഫാ, ഭയങ്കര ഒരു സന്തോഷ. അത് ഏത് സ്ത്രീകളും ഒന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ് അല്ലെ. പക്ഷെ അതൊന്നും തന്നെ ആണുങ്ങൾ ഇപ്പൊ ഓഫീസിൽ ഭയങ്കര നല്ലതായിരിക്കും, കൊളീഗ്സിനോടൊക്കെ ഓഫീസിലെ ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര നല്ല സൂപ്പർ ആയിരിക്കും, ഡോക്ടർമാരും പള്ളിയിലൊക്കെ പോയാൽ എന്തോരം നല്ല സ്വഭാവമാണ്. പക്ഷെ വീട്ടിലെത്തിയവനെ പോലത്തെ ഒരു മുരടൻ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ആവരുത് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ, ഹൈറുക്കും എന്ന് പറയുന്നത് എന്താ, ഏറ്റവും നല്ല പുരുഷൻ എന്നാണ് സ്വന്തം അല്ലെ, ഒരു ഇണയോട് നല്ല രീതി ആണായാലും പെണ്ണായാലും അല്ലെ. അപ്പൊ പിന്നെ ഒന്ന് കുറച്ചെന്തെങ്കിലും വിഷമമായി നിൽക്കുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ, നമുക്കൊന്ന് ഉമ്മനെ കാണാൻ പോയി നോക്കിയാലോ അല്ലെ എന്നൊക്കെ പറയാം. ഏത് അമ്മായിയമ്മ എന്നാണെങ്കിലും പുതിയാപ്പിള വീട്ടിൽ വരുമ്പോ അന്നൊരു കോഴിനെ പണ്ടറക്കലായിരുന്നു, ഇപ്പൊ വാങ്ങലാണ്. ബ്രോയിലർ ചിക്കൻ കറി വെക്കാത്ത ഒരു അമ്മായിയമ്മ ഉണ്ടാവൂല അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിലായിരിക്കും. മോൻ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റിലാണ് അമ്മായിയമ്മ മരുമകൻ ഉണ്ടാക്കി കൊടുക്കുക അല്ലെ. ഹേമ കറക്റ്റ് ഞാൻ പറയുന്നത് ശരി തന്നെയല്ലേ. എല്ലാ അമ്മായിയമ്മമാരും മോൻ ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി ടേസ്റ്റിലാണ് പുതിയാപ്പിളക്ക് ഉണ്ടാക്കുക. അപ്പൊ ഒരുപാട് പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും. അത് എന്തെന്നല്ല ചോറാമ്മ അമ്മന്റെ ബിരിയാണി തിന്നാൻ വന്നാണ് ഞാൻ എന്നൊക്കെ തമാശയിൽ അങ്ങ് പറഞ്ഞാൽ മതില്ലേ. പണ്ടാരോ പറഞ്ഞ പോലെ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും അല്ലെ. അപ്പൊ പിന്നെ പോകുമ്പോ ചോദിക്കുക, നമ്മളെന്താ ഉമ്മക്ക് കൊണ്ടുപോവുക, ഫ്രൂട്ട്സ് എന്തേ വാങ്ങിയാൽ മതിയോ, എന്ത് വാങ്ങും, പ്രാവശ്യം മാസം 25-ാം തീയതി ആയില്ലേ, എന്റെ കയ്യിലെ ക്യാഷൊക്കെ ഇല്ലാന്ന് പറയണ്ട, ക്യാഷൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ സാരില്ല, എന്റെ കയ്യിലൊരു മാക്സി ഉണ്ട്, എനിക്ക് നാളെ ആരോ ഗൾഫിൽ നിന്ന് വന്നാൽ ഞാൻ കൊടുത്തോളാം ഉമ്മക്ക് അല്ലെ. അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോ കുറെ പൈസ കൊടുക്കണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യും, ഉമ്മ ഇവിടെ ഇല്ലാലോ, ഞാൻ കല്ലുമ്മക്കായി നിറക്കാം. ഉമ്മ ഉള്ളപ്പോഴാണെങ്കിൽ അത് നിറച്ച് പോകുമ്പോ അമ്മ എന്തെങ്കിലും ചൊറിയും അല്ലെ. ഉമ്മ ഇവിടെ ഇല്ലാലോ, ഞാൻ കുറച്ച് കല്ലുമ്മക്കായി ഉണ്ടെത്തുന്ന അരിയും വെളിച്ചെണ്ണയൊക്കെ അല്ല പൊടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിറച്ചോളാം അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ സൊല്യൂഷൻ, നിങ്ങൾ സൊല്യൂഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. അവള് തന്നെ സൊല്യൂഷൻ കാട്ടിത്തരൂലേ, അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അത് എന്തുകൊണ്ടാ, നമ്മളെ സോഫ്റ്റ് കോർണർ കൊണ്ടാണ്. ഇപ്പം തന്നെ പല സ്ത്രീകളും നെല്ലയും വെള്ളിയും കുട്ടി പായുന്നുണ്ട്, നമ്മളെ കുട്ടികൾ അനുസരിക്കുന്നില്ല, നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നില്ല, തലേ തട്ടടാൻ പറ്റിടുന്നില്ല, ജെൻസ് ഇടുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലെ മോട്ടീവ് എന്താ, അവരോട് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് വീട് വിട്ട് പോകാനും ഇഷ്ടമുണ്ടാവില്ല, തോന്നിയാസങ്ങൾ ചെയ്യാൻ ഒന്നിനും അവരെ കമ്പൽ ചെയ്യരുതില്ലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് വിട്ടൂടെ നിന്റെ ഇഷ്ടം പോലെ എന്നാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ തോന്നൂല അല്ലെ. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഭാര്യമാരോട് പെരുമാറാൻ ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് തന്നെ ഉണ്ട്. അവരെ കീശ കലിയാവില്ല, മെയിൻ ഫോക്കസ് അതുണ്ട് അല്ലെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലെ. വാട്ട് ഈസ് അൺകണ്ടീഷണൽ ലവ്? എല്ലാ സൈക്കോളജിസ്റ്റുമാരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, കൗൺസിലേഴ്സും. അൺകണ്ടീഷണൽ ലവ് എന്ന് അല്ലെ, നമ്മളൊക്കെ സാധാരണ അല്ലെ ഒരു പൂ കൊടുത്താൽ പൂന്തോട്ടം തിരിച്ച് പ്രതീക്ഷിക്കുന്നവരാണ് അല്ലെ. നമ്മളൊരു സ്വഭാവത്തിൽ പെട്ടതാണത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അമ്മായിന്റെ വീട്ടിൽ പോകുമ്പോൾ 1 കിലോ വറുത്താക്കി കൊണ്ടുപോയ അമ്മായി ഇങ്ങോട്ട് വറുത്താക്കിയും കൊണ്ടുവരണം, ഹലുവയും കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നവരല്ലേ. അങ്ങനെയല്ല, ആക്ച്വലി ഒരു നല്ല ഭാര്യ അങ്ങനെയല്ല അല്ലെ. അതായത് എന്ത് സംഗതി ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ നല്ല മീനുണ്ട്, ഇപ്പൊ നല്ലൊരു നെയ്മീൻ കിട്ടി. അപ്പൊ അടിപൊളി മീൻ ബിരിയാണി വെച്ച് അല്ലെ. അപ്പൊ ഉള്ളിയും തക്കാളിയും ഒക്കെ മസാലയൊക്കെ മാക്സിമം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്രാഗ്രൻസ്, ഒരു സുഗന്ധമുള്ള അല്ലെ, പനിനീരും പശുനെയ്യും ഒക്കെ ചേർത്ത് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി അല്ലെ. കുട്ടികൾ വന്നു, അദ്ദേഹത്തോടൊപ്പം കഴിച്ചു. കുട്ടികളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മക്കളെ ബിരിയാണി? സൂപ്പർ ലമ്മ, സൂപ്പർ എന്ന് പറയും. ഒരിക്കൽ പിള്ള മനസ്സിൽ കള്ളമില്ലാലോ. അത് ഈ 2 വയസ്സായ കുട്ടീനെ ചോദിച്ചാൽ കുട്ടി 2 വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് 3 വിരൽ ഉയർത്തിയിട്ട് പറയും സൂപ്പർ അമ്മ, സൂപ്പർ എന്ന് പറയും. ചെറിയ കുട്ടികൾ, അവർക്ക് നല്ല ടേസ്റ്റ് അറിയാം അല്ലെ, അവര് പറയും. പക്ഷെ ഈ അടുത്തിരിക്കുന്ന ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ ബിരിയാണി തിന്നാല് നീ തിന്നോന്ന് ആദ്യമേ ചോദിക്കൂല. കാരണം ഇത് വിളമ്പി കൊണ്ടുവച്ചെന്നാ ഇരിക്കേ, നീ ബാക്കി വെള്ളമൊക്കെ കുട്ടികൾ എടുത്തോളൂ, നീ ഇരിക്കേ, അത് പറയില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇത് നല്ലതാണ് നല്ലത് എന്ന് പറയാൻ മൂപ്പർക്ക് ഇത്തിരി പുളിക്കും അല്ലെ. എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിലും അപ്പം ചോദിക്കും, ഇത് എവിടുന്നേനും, ഇത് എത്താറാ പൈസന്റെ സാധനാണിത്, ഇത് എന്താക്കിയതേനു ഇല്ലേ, അങ്ങനൊക്കെ ചോദിക്കും.
പക്ഷെ നല്ലതാണെങ്കിൽ നോ റിപ്ലൈ. അതാണ് അധിക ആണുങ്ങളുടെയും കുറ്റം. അപ്പൊ ഈ ലേഡി എന്ത് വിചാരിച്ചു, ഞാൻ നല്ല ബിരിയാണിയാണെന്ന് പശുനെയ്യും മറ്റെന്താ പറയാ പനിനീരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ മൂപ്പരൊന്ന് നല്ലതുണ്ട് എന്ന് പറയും എന്ന് അവള് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ അവൻ പ്രതികരിക്കാത്തതിൽ ആരാണ് കുറ്റക്കാരൻ? അവനല്ല, അവളാണ്. കാരണം ബിരിയാണി വെക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ മീൻ കൊണ്ടുവരാ, മസാല സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഹസ്ബൻഡിന്റെ ഉത്തരവാദിത്തം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി, ഞാൻ എൻ്റെ ഉത്തരവാദിത്വവും നിറവേറ്റി. പക്ഷെ ഇവിടെ പറ്റിയത് എന്താ, ഞാൻ പ്രതീക്ഷിച്ചു. അത് എൻ്റെ തെറ്റാണ് അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചു നല്ലതെന്ന് പറയുമെന്നാ. ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന അവിടെ ഒരു വിഷയമില്ല അല്ലേ? അപ്പം പിന്നെ രാത്രി മോന്ത കയറ്റിക്കലായി ഇതാക്കലായി. പിറ്റേന്ന് രാത്രി ചപ്പാത്തി എടുത്തൊക്കെ എന്തോ പറഞ്ഞപ്പോ പറഞ്ഞു, അതിന് എന്ത് തന്നിട്ടെന്താ, എന്ത് തന്നാലും നിങ്ങളെ സ്വഭാവം അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞ് പിന്നെ അതുമ്മ കൊളുത്തായി വച്ചറായില്ലേ? അപ്പൊ നമ്മുടെ പ്രതീക്ഷ അല്ലെ, നമ്മൾ വേണ്ടാത്തടത്തൊന്നും പ്രതീക്ഷിക്കാൻ പോകണ്ട. അതാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അല്ലെ. അത് കിട്ടിയാൽ കിട്ടാം അല്ലെ, കിട്ടിയാൽ സന്തോഷം, കിട്ടിയിട്ടില്ലേ പോട്ടെ അല്ലെ. അങ്ങനെ പിന്നെ പിന്നെ ചില ഇൻസിഡൻസ് ഒക്കെ അങ്ങനെ. ഭർത്താവിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ബാംഗ്ലൂരിലെ ബിസിനസ് ട്രിപ്പ് പോയി. അടിപൊളി അല്ലെ. ചുരിദാർ വാങ്ങിച്ചോണ്ട് മുപ്പര് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോയതാ, ബാംഗ്ലൂരിൽ പോയി. നല്ല അടിപൊളി ചുരിദാർ വാങ്ങി പിന്നെ വാങ്ങിക്കൊണ്ടേ കൊടുത്തു. പിറ്റേ ദിവസം ഫാമിലിയിൽ ഒരു പിന്നെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പൊ മുപ്പര് വിചാരിച്ചാൽ ഇത് ചുരിദാർ ഞാൻ വാങ്ങിക്കൊണ്ടല്ല കേട്ടോ, അത് അവൾ ഇട്ടില്ല അല്ലെ. ഒരു നന്ദി വാക്ക്, ഒരു ജസാക്കുമുള്ള ഹൈറം പോലും പറഞ്ഞില്ല. പിന്നെ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്കൊക്കെ ഒരു വിവരമുണ്ട്. എല്ലാരോടും നാട്ടിലുള്ള എല്ലാ ചാത്തനോട് പോത്തനോടൊക്കെ നമ്മൾ പറയും താങ്ക്സും പിന്നെ താങ്ക് യു ഒക്കെ പറയും. നമ്മളെ ഖുർആൻ ക്ലാസ്സിലെ ഫ്രണ്ട്സിനോട് ജസാക്കുമുള്ള. പക്ഷെ ഭർത്താവ് എന്ത് കൊണ്ടായി തന്നാലും ജസാക്കുമുള്ള ഹൈർ പറയില്ല. അത് നിർബന്ധമായിട്ട് പറഞ്ഞ് പഠിക്കണം. ഈവൻ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ അവരെ ജസാക്കുമുള്ള ഹൈർ പറയണം. അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തേ പറ്റൂ അല്ലെ. അപ്പൊ ഇയാള് വിചാരിച്ചു ഇവള് ഈ ചുരിദാർ ഇടും, ആ ഗെറ്റ് ടുഗദറിന് അവൾ ഇട്ടില്ല, പ്രതീക്ഷിച്ചു പോയി അല്ലെ. എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നല്ല ഡ്രസ്സ് എന്ത് തോന്നിപ്പോയി വാങ്ങാൻ, എല്ലാരും വാങ്ങിനോ? അപ്പൊ അവൻ പറയില്ല, ആരും വാങ്ങിയിട്ടില്ല, ഞാൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഒരു ഗെറ്റപ്പല്ലേ. അപ്പൊ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പ്രതീക്ഷിച്ചു പോയി. ഇവൾ നല്ലതെന്ന് പറയും, ഇവളൊരു ഉമ്മ തരും, ഇവളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇദ്ദേഹം. പക്ഷെ അവിടെ അതുണ്ടായില്ല. അപ്പൊ അതിന്റെ വിഷയം എന്താ വെച്ചാൽ ഇവിടൊക്കെ നമ്മളാണ് പ്രശ്നക്കാരില്ലേ. നമ്മൾ വേണ്ടിയിടത്തും വേണ്ടാത്തിടത്തും കയറി എക്സ്പെക്ട് ചെയ്യും അല്ലെ. അത് നല്ലത് പറയും, ഇട്ട് നോക്കിയിട്ട് നല്ല രസമുണ്ട് കാട്ടിത്തരും എന്നൊക്കെ വിചാരിച്ചു പോയി അല്ലെ. അതിൽ അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയത്. മേലെ പറഞ്ഞ ബിരിയാണിന്റെ വിഷയത്തിലാണെങ്കിൽ അവൾക്കാണ് തെറ്റുപറ്റിയത് അല്ലെ. ഇതിപ്പോ ഭാര്യയുടെ തെറ്റല്ല, ഭർത്താവിന്റെ തെറ്റല്ല. എന്താണ് ഇത്, അൺഎക്സ്പെക്റ്റഡ് ലവ് ആയില്ല എന്ന് മാത്രം അല്ലെ. സ്വാഭാവികമായി ഇതുവരെ നമ്മളൊക്കെയും വിചാരിച്ചിരുന്നത് അതാണ് അല്ലെ. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി തന്നാല് അന്ന് നല്ലതുണ്ട്, നല്ല ചുരിദാർ എന്ന് പറയും. ഇറ്റാലത്തെ ഞാൻ കുറെ ആയി വെറുതെ ഒന്ന് രണ്ടെണ്ണം കൈമന്ന് കൂട്ടി പറഞ്ഞാൽ മതി, ഇതുപോലത്തെ ഒരു ചുരിദാർ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു, അത് അപ്പുറത്തെ വീട്ടിലെ സൈനു ഇട്ടപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ. അതിനെന്താ, അങ്ങനൊക്കെ നല്ല വാക്ക് പറഞ്ഞാൽ ആരും കൈപിടിച്ചൊക്കെയൊന്നും ഇല്ലാലോ അല്ലെ. പക്ഷെ പറയൂല അല്ലെ. ഹൗ അങ്ങനെ നമ്മുടെ ഈ പിന്നെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള മൂഡാണ് ഏറ്റവും വലിയ വിഷയമായി വരുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ആ ഒരു മെന്റാലിറ്റി ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ പിന്നെ അങ്ങനെ വെച്ച് പുലർത്തരുത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നേരിട്ട് പറയാം. അതൊരു രസകരമായ സംഭവം. ഒരു വലിയ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു ഫാമിലി കുറേ കേസസ് വരില്ല. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഭയങ്കര പ്രശ്നം, 20 കൊല്ലച്ചായോ അല്ലേ. പക്ഷെ ഇവരെപ്പോഴും പണക്കവും കച്ചരയും അവസാനം മതി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോ അവളെ കൗൺസിൽ ചെയ്ത് നോക്കുമ്പോ അവനെ ഇരുത്തി തന്നെ അവളെ ചെയ്തു. പക്ഷേ അവള് പറഞ്ഞ കഥകൾ റബ്ബേ, ഫസ്റ്റ് നൈറ്റിൽ പാല് കുടിക്കുന്നത് മുതൽ അവന്റെ നെഗറ്റീവ് ഫീഡ്ബാക്സ് എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അതൊക്കെയും പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ കൗൺസിലർ ഇനിയിപ്പോ ഹസ്ബൻഡിന് സമയം കൊടുക്കല്ലേ, അദ്ദേഹത്തിന് എന്താ പറയാനുണ്ടോ നോക്കാം. അത് അയാൾ താടിക്ക് കയ്യും കൊടുത്ത് പറയും, എന്താണ് കൗൺസിലർ, എനിക്കൊന്നും പറയാനില്ല, ഇവളെ മനസ്സിൽ ഇറ്റാലത്തൊക്കെ ഉണ്ട് ആരറിഞ്ഞ്. അങ്ങനെ അന്നേ പറഞ്ഞ് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും എന്റെ ബാപ്പ അങ്ങനെ എന്റെ ഉമ്മ അങ്ങനെ, അത് അവർക്കൊരു രസമാണല്ലോ പറയല് അല്ലേ. ഞാനൊക്കെ അത് പറഞ്ഞ അവരെ കൂടെ പറയാ, ജപ്പ അങ്ങനെയാണ് ജമ്മ അങ്ങനെയാണ് കൂടി പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം പറയാൻ അവർക്കൊരു സ്കോപ്പ് ഉണ്ട്. ആൾക്കാരനെ നമുക്ക് ദേഷ്യം പിടിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനു പറയാനെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ തമാശ പറഞ്ഞിട്ട് അവളെ വീട്ടിൽ പോയാൽ എന്താ എനിക്ക് തരും, അങ്ങനെയൊക്കെ അവര് പറയലുണ്ടല്ലോ നമ്മളെ കളിയാക്കാൻ.
ഒക്കെ അവളെ എഴുതി കുട്ടി വെച്ച് അങ്ങനെ ഇവള് ബോംബ് പൊട്ടും പോലെ പൊട്ടിത്തെറിച്ച് ഇതെല്ലാം കഴിഞ്ഞേരം ഹസ്ബൻഡ് പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല സാറേ എന്നാണ് അയാൾ ഇറങ്ങിപ്പോയില്ലേ. അപ്പം അതുപോലെ നമുക്കിങ്ങനെ പല വിഷയങ്ങളും ഉണ്ടെങ്കിൽ അത് കെട്ടിപ്പൂട്ടി വെച്ച് പറയാതിരിക്കുന്നതിലും നല്ലത് അപ്പം തന്നെ പറയുന്നല്ലേ. അപ്പൊ ബിരിയാണി ഉണ്ടാക്കിയ വിഷയത്തിന് ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത് പറഞ്ഞൂടെ. അങ്ങനെ പറയുമ്പോൾ മൂപ്പർക്ക് ഇനി അടുത്ത ചാൻസിലൊന്ന് പറയാനും തോന്നുകയും ചെയ്യും. അതൊരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുക, എന്താക്കും മനസ്സിൽ വെച്ച് മുഖം വീർപ്പിച്ച് കരുവാളിച്ച് നടക്കും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അറിഞ്ഞു അപ്പൊ കഴിഞ്ഞു. ചില വായി തോന്നിയ വാക്കുകൾ സംസാരിക്കുന്നവർ വരെ ഉണ്ടാകാം, പക്ഷെ പറഞ്ഞാൽ കഴിയും. പക്ഷെ പെണ്ണുങ്ങൾ അതല്ല, അത് കൂട്ടി വെച്ചിട്ട് കുറെ കാലം കഴിഞ്ഞാലും അതെടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കും. അതും ഒരു നല്ല ആറ്റിറ്റ്യൂഡ് അല്ല. കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെ, ഇനി നമുക്ക് നല്ലൊരു പുതിയ ജീവിതമാണെന്ന് വിചാരിക്കണം. കാരണം മേ ബി നമ്മൾ എത്ര ദിവസമാണ്, എത്ര കാലം, എത്ര ചെറുപ്പക്കാരാണ് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വീണ് മരിക്കുന്നത്, രാത്രി ഉറക്കത്ത് മരിച്ചോണ്ട്. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ നമുക്കും ഇത് സംഭവിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തിനാ മനസ്സിൽ ഇങ്ങനത്തെ ഭാരവും പേറി നടക്കുന്ന രണ്ടു കൂട്ടരോട് പറയുന്ന എപ്പോഴും ഹൃദയം ശുദ്ധിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇനി നെക്സ്റ്റ്, ഹൗ ടു എക്സ്പ്രസ് ലവ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് എക്സ്പ്രസ് ചെയ്യുക അല്ലെ. അതായത് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഒരു നല്ല വാക്ക് പറ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വിളിപ്പേരുകൾ, മോളെ, മോനെ, പൂവേ, തേൻ, അങ്ങനത്തെ വിളികളൊക്കെ വിളിക്കാനൊന്നും നോ പ്രോബ്ലം. അതൊന്നും ആരും വിലക്കിയിട്ടില്ല. ഇനി ഉമ്മന്റെ മുമ്പൊന്നും മറ്റുള്ളവരുടെ മുമ്പൊന്നും ഒന്ന് വിളിച്ച് വഷളാക്കണ്ടെന്നല്ലാണ്ട് നമ്മള് ബെഡ്റൂമിൽ അങ്ങനത്തെ വിളികളൊക്കെ ഓക്കെ. ആ വിളികൾക്കൊക്കെ ഒരു സ്നേഹത്തിന്റെ മാധുര്യമുണ്ട്, ഒരു എന്താണ് സെക്ഷൽ അപ്രോച്ച് ഉണ്ട്. അതുകൊണ്ട് പല റിസൾട്ടുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല സ്നേഹത്തിൽ വിളിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അല്ലെ. എന്തെങ്കിലുമൊക്കെ അല്ലെ, അത് വലിയതൊന്നും ആവണമെന്നില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുണ്ട് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ പറയല്ലേ, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു മിഠായി കിട്ടിയാൽ അവര് എന്താ പറയണ്ടേ, ഉള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയണം, അവരത് ഭയങ്കര സന്തോഷത്തോടു കൂടി വാരിക്കൊണ്ട്, വാങ്ങലല്ല വാരല അല്ലെ. അതുപോലെ നമുക്കും നമ്മുടെ വീട്ടിലില്ലേ, നമ്മളൊക്കെ സ്ത്രീകളെ വിചാരം പലതും കുറച്ച് കഴിഞ്ഞ ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെന്തോ ഒരു പ്രാരാബ്ധക്കെട്ട് മാതിരിയാണ്. ലൈഫിൽ ചിരിയും ഉണ്ടാവില്ല, സന്തോഷവും ഉണ്ടാവില്ല, തമാശ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഒന്നുമില്ല. വീട്ടിൽ തമാശ പറയണ്ടെന്നൊക്കെ ആരാ പറഞ്ഞ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശകൾ കേട്ടിരിക്കുമായിരുന്നു എന്നാ പറഞ്ഞ സ്വഹാബത്തിന്റെ അടുത്തുനിന്ന്. പക്ഷെ പിന്നെ തമാശകൾ പറയുമ്പോൾ അതിന് ബൗണ്ടറീസ് ഉണ്ടാക്കുന്നു. ഒറ്റാളെ വെറുപ്പിക്കാത്ത, വിഷമിക്കാത്ത രീതിയിൽ പറയണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അല്ലെ. പിന്നെ ആണുങ്ങൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരുപാട് എത്രയോ വേർഡ്സ് ആണ് നമുക്കൊരു ദിവസം പറയാൻ പറ്റുക. 17,000 അങ്ങനെ എന്തോ ഒരു എണ്ണത്തിന്റെ കണക്കുണ്ട്. അത്രയും വേർഡ്സിൽ അതിന്റെ 90% തീർന്നിട്ടാണ് അവർ ഓഫീസിൽ നിന്നും ഷോപ്പിൽ നിന്നൊക്കെ വരിക. അതിന് മാത്രം ആളെ കണ്ട് സംസാരിക്കും. ഭാര്യ ആണെങ്കിലോ രാവിലെ തൊട്ട് പണിയെടുത്ത് ഓള സ്റ്റോക്ക് അപ്പടെ അവിടെ ഡെഡായി കിടക്കുക, ഒന്നും ചെലവായിട്ടില്ല. അപ്പൊ ഇവൻ വന്ന് അവളെ അടുത്ത് ചെല്ലും, വർത്താനം പറയാം. പക്ഷെ ഇവൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല അല്ലെ. ടോക്ക് ടു ഹെർ, അവളോട് ഇഷ്ടത്തോടു കൂട്ടി സംസാരിക്കുക അല്ലെ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അരിയും മുളകും പുളിയും ഉണ്ടായത് കൊണ്ട് എവിടെയും കറി ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഇത് സാധിച്ചാൽ ഞാൻ സത്യമാണ് പറയുന്നത്, ഹോട്ടലിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് നിർബന്ധ ഘട്ടത്തിൽ 2 ദിവസം വാങ്ങിയാൽ 3-ാമത്തെ ദിവസം ഇതൊന്നും വേണ്ട, ഇതിനൊരു മുളക് പൊടിച്ച് ഒരു ചോറും ഒരു പപ്പടവും കിട്ടിയാൽ മതിയെന്നോ എന്ന് തോന്നിപ്പോവും. കാരണം ഹോട്ടലിലെ ഫുഡ് നമുക്ക് റെഗുലർലി കഴിക്കാൻ ഒരിക്കലും പറ്റൂല അല്ലെ. അതുകൊണ്ട് തന്നെ ഭാര്യമാരെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു സേവനം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും സംസാര വിഷയമായിട്ടുള്ള ഒരു സേവനമാണ് ഭാര്യമാരുടെ സ്നേഹം അല്ലെ, അല്ല ഭാര്യമാരുടെ സേവനം. പിന്നെ അവരായിട്ട് വിശ്വാസം വളർത്തിയെടുക്കണം. ബെസ്റ്റ് ലിസണർ ആയിരിക്കണം. അവരെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ വേണ്ടാത്തതൊക്കെ ആയിരിക്കും പറയാം. മുറ്റത്തെ മാവിന് പൂമൊട്ടുണ്ടായതും കരിയേപ്പില തൈ മുളച്ചതും അല്ലെ, അപ്പുറത്തെ ആയിഷന്റെ മോളെ പുതിയാപ്പിള ഗൾഫിൽ നിന്നും വന്നതും എന്തോ ആവട്ടെ, അവരാരോട് പറയാൻ. നമ്മൾ ചെവി കൊടുത്തിട്ടില്ലെങ്കിൽ അവളുടെ സംസാരം കേൾക്കാൻ, അവളുടെ കിന്നാരം കേൾക്കാൻ ആയിരങ്ങൾ പുറത്തുണ്ട്. രാത്രി നട്ടപ്പാതിരക്ക് പോലും ഫോൺ ചെയ്ത് സംസാരിക്കാൻ ആളുകൾ പുറത്തുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവള് നന്നായിട്ട് എന്ത് ചെയ്യണം, ബെസ്റ്റ് ലിസണർ ആവണം അല്ലെ. അതായത് ഫോണൊക്കെ പക്കാ ക്ലിയർ ആക്കി വെക്കണം. പിന്നാണ് ചിലരെ ഫോൺ തൊടാൻ പറ്റൂല, ചിലരെ പിന്നെ എന്താ പറയണ്ടേ,
ചില മെസ്സേജസ് ഒന്നും വായിക്കാൻ പറ്റൂല. അത്രയ്ക്ക് മോശം വീക്കായിട്ടുള്ള കുറെ ഹസ്ബൻഡുമാരെ കുറിച്ചിട്ടും എനിക്കറിയാം അല്ലേ. അവരുടെ മെസ്സേജൊക്കെ പിന്നെ ലോക്ക്ഡ് ആയിരിക്കും, അവരെ ഫോണുകൾ പലപ്പോഴും ആൾ കേൾക്കാൻ പറ്റാത്ത സംസാരമായിരിക്കും. അപ്പൊ അതൊന്നും വേണ്ട. ട്രൂത്ത്ഫുൾനെസ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്തായാലും ഒരു അന്യ സ്ത്രീയോട് ഒരു അന്യ പുരുഷൻ സംസാരിക്കും, മൂന്നാമതൊരു ഇബിലീസ് അവിടെ ഉണ്ടായിട്ടല്ലാതെ ഇല്ല എന്നാ പറഞ്ഞത്. എന്തിനാണത്? എനിക്ക് എന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറയാം. ഇനിയിപ്പോ അവളോട് നല്ല ഡ്രസ്സ് ചെയ്തിട്ട് വരണേ, ഇനി പെർഫ്യൂം അടിച്ചിട്ട് വരണേ, വൃത്തിക്ക് വരണേ എന്നൊക്കെ രാത്രി ഇനി അഥവാ സാധാരണ ചില സ്ത്രീകൾ മേ ബി ഉണ്ടായിരിക്കാം, പിന്നെ ബെഡ്റൂം കിച്ചണിൽ ഇട്ട് അതേ മാക്സി ഒക്കെ ഇട്ട് വരുമ്പോ പറയാലോ അല്ലെ, മാറ്റണം, നീ ഇന്ന രീതിയിൽ നടക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ അല്ലെ. അങ്ങനെ പിന്നെ ഫാമിലി ഡിസ്കഷൻ അല്ലേ, നമ്മളെ വീട്ടില് ഫാമിലി ഡിസ്കഷനൊക്കെ വെക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ആരും മക്കളായാലും കുട്ടികളായാലും അല്ല ആരും പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ വാല്യൂ കൊടുത്ത് സംസാരിക്കുക. പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ റൊമാൻറ്റിക് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 ആഴ്ച മാത്രമല്ല, മരിക്കോളും വേണ്ടതാ അല്ലെ. ഉറങ്ങാൻ തുടങ്ങും. പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ സെക്ഷൽ കോണ്ടാക്ട് ആവശ്യമില്ലാത്ത ദിവസങ്ങളിൽ പരസ്പരം അതായത് എനിമീസിനെ പോലെ കിടന്നുറങ്ങുക, അത് പറ്റൂല അല്ലെ. ഒരു ടച്ചിങ്സ് വേണം തമാമിൽ. അതൊരു എന്താ മാരീഡ് ലൈഫിന്റെ ഒരു സക്സസിന് അത് ഏറ്റവും അത്യാവശ്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ബോഡി ടച്ച് ഇല്ലാണ്ട് തന്നെ ഉറങ്ങല് വലിയൊരു പറയുന്ന ആ ദാമ്പത്യത്തിനൊരു കെട്ടുറപ്പും ഭദ്രതയും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എപ്രീസിയേഷൻ ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി. അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യും. എന്ത് നല്ല പൂക്കൾ ഇത് വിടുന്നതിന് എനിക്ക് ഇതിന്റെ തൈ കിട്ടീന്, എന്താ അതിന് വളം ചേർക്കൽ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ, അല്ലെങ്കിൽ വീട് നല്ല വൃത്തിയാക്കി ചെയ്യും. ഒരുത്തം കെട്ട പിള്ളേരുടെ ഇടയിൽ ഈ എങ്ങനെ അതൊക്കെ എത്ര വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ ഒരു വാക്ക് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? ആ ഒരു വാക്കിന് എന്താ പറയണേ, മിറാക്കിൾ റിസൾട്ടാണ്. അപ്പൊ പിറ്റേ ദിവസം അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തു വെക്കും അല്ലെ. പിന്നെ അതിന് നിങ്ങൾ ഒരു നിസ്സാര കാര്യം ശ്രദ്ധിച്ചു നോക്കി, ഭാര്യമാര് ചെയ്യുന്ന പണി എറ്റേ ടൈമിൽ അവരൊരു തൂപ്പുകാരിയാണ്, അവരൊരു ഹോം നേഴ്സാണ്, അവരൊരു ഡീപ്പ് ക്ലീനർ. അതായത് നമ്മുടെ വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലുള്ള എല്ലാ ഫാൻ്റെ മുൾമ അവിടെ ഇവിടെയൊക്കെ ഉള്ള പൊടി മക്കൊക്കെ തട്ടി കിച്ചണിലും പിന്നെ മുറ്റത്തും എല്ലാവരും നടക്കണം അല്ലെ. ഡീപ്പ് ക്ലീനർ ആണ്, അവരുടെ വൈഫാണ്, അവർ ഉള്ള ഒരു കുക്കാണ്, ഒരു ടെലിഫോൺ അറ്റൻഡർ ആണ്, ഒരു സപ്ലയർ ആണ്, ഹോസ്റ്റ് ആണ് അല്ലെ. എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് വേണം. ഇപ്പൊ വീട്ടില് സാധനങ്ങൾ ഇല്ലെങ്കിൽ അത് അവള് മേക്കപ്പ് ചെയ്യണം, പൈസ ഇല്ലെങ്കിൽ അത് അവൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. വരുന്നവരെ അതിന്റെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. എന്തെങ്കിലും ഗിഫ്റ്റും ഓശാരങ്ങൾ അങ്ങനെ കണ്ട ആവശ്യങ്ങളൊക്കെ വന്നാൽ ഭർത്താവിനോട് ചോദിച്ച് അത് ആവണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ പ്രഷർ ആയിരിക്കാ കിട്ടുക ഉമ്മക്കില്ലേ. നമുക്ക് വേണ്ടി മറ്റാരാണ് ഈ ആണുങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റാരാണ് അങ്ങനെ 5 പൈസ കൂലിയില്ല, സാലറി ഹൈക്ക് ഇല്ല, ബോണസ് ഇല്ല, അലവൻസ് ഇല്ല, ലീവ് ഇല്ല, പെരുന്നാളില്ല, ബന്ദില്ല, ഒന്നുമില്ല. നമുക്ക് വേണ്ടി ആരാ ഇങ്ങനെ പെരുമാറുക? നമ്മളെ ഉമ്മ അത് ചെയ്യോ? നമ്മളെ പെങ്ങന്മാര് ചെയ്യോ? വേറെ ആരും ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. പിന്നെ നിങ്ങൾ കിന്നാരം കൊഞ്ചാനും നടക്കുന്ന കാമുകിമാരുണ്ടല്ലോ, അവര് നമ്മുടെ പൈസന്റെ ബലത്തിൽ അവര് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ സാരി വാങ്ങിക്കൊടുക്കുമ്പോൾ മാത്രമേ അവരിതിങ്ങനെ നിൽക്കുള്ളൂ. ഈ വൈഫ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനും സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ അവരെ ബഹുമാനിക്കേണ്ടതെന്ന് വെച്ചാലേ, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമനായ സൗജായിരുന്നു, നല്ലൊരു ഇണയായിരുന്നു. ഭാര്യമാർക്കും ഒരു കുറ്റവും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയാൻ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു വേണം പറയാൻ അല്ലെ. അത്രക്കൊന്നായിട്ട് ഞങ്ങൾ ഒരു ലേശം തന്നെങ്കിലും സ്നേഹം കൊടുത്താല് അവള് വളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലെ. ഏതൊരു സ്ത്രീയും പുരുഷന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ എന്താണ് അവൾ അതിന്റെ അടിമയാണ് അല്ലേ. അത് കിട്ടാൻ വേണ്ടി കൊതിക്കും. അപ്പൊ നിങ്ങൾ അത് മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ 2-3 ഡയലോഗ് മതി. എന്താന്ന് വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ, വന്നപാടൊന്ന് ഉമ്മല്ലാത്ത വീടാണ്, ഉമ്മ ഉള്ളപ്പോ അത് പറ്റൂല കേട്ടോ. ഉമ്മക്കത് വേറെ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാക്കും. ഒന്ന് മുടി കൂടെ ഒക്കെ മെല്ലെ തലോടിച്ചിട്ട് എന്താണ് നമ്മള് ജീവിക്കുന്നത്, വല്ലാത്തൊരു ക്ഷീണവും, ഒന്ന് കഴിച്ചിട്ടില്ലേനോ, മെൻസസ് ആണോ, അങ്ങനൊക്കെ ഒന്ന് ചോദിച്ചില്ലേ, അതൊക്കെ ഭയങ്കര സന്തോഷം.
കുട്ടികളുടെ മുമ്പ് തന്നെ ചോദിക്കണം. അങ്ങനെ നമ്മളെ കുട്ടികൾക്കും ഫീൽ ചെയ്യുള്ളൂ ഇത് അങ്ങനത്തെ ഒരു സിൻസിയർ ബന്ധമാണെന്നല്ലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞത് കാന ഖുലുഖുഹുൽ ഖുർആൻ അല്ലേ, അദ്ദേഹം ഒരു ജീവിക്കുന്ന ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞ അപ്പൊ ഖുർആൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ നമുക്കും ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ ഒരു പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ പുരുഷന്മാരധികം ഇவ்விധം പെരുമാറുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലും അല്ലെ. പിന്നെ വീട്ടു ജോലിക്ക് ആളെ വേണ്ടി വരില്ല. നിങ്ങളൊന്ന് അയച്ചു നോക്കി, രാത്രി 12 മണി വരെ അവർക്ക് എന്തൊക്കെ ജോലികളുണ്ട്. അപ്പൊ ഒരു വീട്ടിലൊരു സെർവറിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ സെർവന്റ് എന്ന് പറയുന്നത് ഒരു 500 രൂപ കൊടുത്ത ഒരു 4-5 മണിക്കൂർ ഒന്ന് തിരിച്ചു കളഞ്ഞിട്ട് പോകും അല്ലെ. ആ രീതിയിൽ നമ്മുടെ ഭാര്യമാര് അല്ലെ എത്ര മണിക്കൂറാണ് അവര് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 10-16 മണിക്കൂർ, 18 മണിക്കൂറുണ്ട്, 16 കൂട്ടാ. അങ്ങനെയാണെങ്കിൽ 500 × 4 2000 രൂപ ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ മാസത്തിൽ ചുരുങ്ങിയത് ഒരു 60,000 റുപ്യ അവർക്ക് തന്നെ കൊടുക്കണം അല്ലെ. ആ 60,000 പോയിട്ട് 60 രൂപ നിങ്ങൾ കൊടുക്കാറുണ്ടോ? നല്ലൊരു വാക്ക് പറയാറുണ്ടോ? ഒന്ന് സ്നേഹിക്കാറുണ്ടോ? ഒന്ന് കൂട്ടിപ്പിടിക്കാൻ. ഈ സ്നേഹം കൂട്ടിപ്പിടിക്കലൊക്കെ ആദ്യത്തെ 2 ആഴ്ച മതിയോ? അങ്ങനെയല്ല. വീട്ടിലെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊന്ന് പോയി വല്ല കിളിയാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു തമാശയാണ്. ലൈഫിന് ഒന്നും കൂടെ ക്ലോസ് ആക്കും. പിന്നെ നമ്മുടെ പുരുഷന്മാര് സ്ത്രീകളെ കാണുന്ന വേറൊരു ദോഷം എന്താ വെച്ചാൽ ഒരു 10, 50, 60 കഴിഞ്ഞാൽ പിന്നെ സെക്ഷൽ കോണ്ടാക്ട് തീരെ അവർ സ്റ്റോപ്പ് ചെയ്യും. അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ക്വാളിറ്റിയേ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ നെഗറ്റീവിലേക്ക് അങ്ങനെ പോകും. പിന്നെ കൂടെ കിടക്കുകയില്ല. പിന്നെ കുറെ പേരമക്കളെയും വെച്ച് കിടക്കും. അങ്ങനെ ഒന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് മരിക്കുന്ന തലേ ദിവസം വരെ ഒന്നിച്ച് കിടക്കണം. അതാണ് അതിന്റെ ഒരു ശരി അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കുക. ആ പേരും പറഞ്ഞ് നിങ്ങൾ മാറിക്കിടക്കരുത്, മാറിക്കിടക്കുകയും ചെയ്യരുത്. കിടക്കുമ്പോൾ ഒരു ടച്ചിങ്സ് ഇല്ലാണ്ട് കിടക്കുകയും ചെയ്യരുത്. ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് കൈകളിൽ പിടിച്ച് അല്ലെങ്കിൽ മുടിയിൽ തലോടി അങ്ങനൊക്കെ അതൊരു എന്താ മബദ്ധത്തിന്റെയും റഹമത്തിന്റെയും ഒരു ഉത്തമ മാതൃകളാണ് അല്ലെ. പിന്നെ ഇങ്ങനൊക്കെ ഇടിച്ചു പൊളിച്ച് അല്ല വളരെ സ്നേഹപൂർവ്വം നിൽക്കുന്ന പുരുഷന്മാരെ എന്താന്ന് വെച്ചാല് പിന്നെ അവര് സ്നേഹിച്ച എല്ലാ കാര്യങ്ങളും അവർ കോർപ്പറേറ്റ് ചെയ്യും അല്ലെ. പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പറയാം അത് വേണ്ട നമുക്ക് ഇങ്ങനെ ആക്കാം. അങ്ങനെ ഒന്നും പറഞ്ഞ് ശാഠ്യം പിടിക്കൂല അല്ലെ. പിന്നെ അവൾക്ക് ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ കറി വെച്ചാൽ കറിക്ക് ടേസ്റ്റ് പറയുക അല്ലെ. എന്തെങ്കിലുമൊക്കെ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇവർക്കൊന്നും പൈസ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല മാസത്തിൽ ഒരു 60,000 കൊടുത്താലും അവർക്ക് അത് അധികമാവില്ല. അതിന് മാത്രം അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ 60,000 പോയിട്ട് 60 രൂപ പോലും അവർക്ക് കിട്ടുന്നില്ല. ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു എന്ന് തന്നെ വിചാരിച്ചോളി. പലരുടെയും വിചാരം ഭാര്യമാരുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങനെ താന്തോന്നികളായിപ്പോ വിചാരിക്കുക. അഥവാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് കൂട്ടി വെച്ച് കുറുക്കി വെച്ച് ടൂറിന് പോകുമ്പോഴോ ഡൈനിങ് ടേബിൾ വാങ്ങുമ്പോഴോ മക്കൾക്ക് ഫീസ് അടക്കാനോ ഒക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ കൂട്ടി കൊടുക്കും. തികയില്ലാന്ന് എന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നും പറഞ്ഞ് കൊടുക്കുന്ന എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്ത പൈസ തന്നെ കൂട്ടി വെച്ച് ഭർത്താക്കന്മാർക്ക് തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇവര് മനസ്സിലാക്കിയില്ല. ഇവർ അതിനനുസരിച്ച് പെരുമാറിയില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ പണികൾ ഏർപ്പെട്ടിരുന്നു. പൊടി കുഴച്ചിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു, ചെരുപ്പ് തുന്നിയിരുന്നു, ആട്ടിനെ കറന്നിരുന്നു അല്ലെ. ഇങ്ങനൊക്കെ എന്തൊക്കെ ജോലികളിൽ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പണിയില്ലായിട്ടാണോ? അല്ല, ഒരുപാട് പണികളുള്ള നമ്മുടെ മുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചെയ്തിരുന്നെങ്കിൽ ലേശം എന്തെങ്കിലൊക്കെ അല്ലെ ഒരു ബിരിയാണി ഉണ്ടാക്കാനോ ഒന്ന് ഉള്ളി അരിയാൻ വരാം അല്ലെ. എന്തെങ്കിലുമൊക്കെ മറ്റോ ഫ്രൈഡേ സൺഡേസിൽ എല്ലാവർക്കും ലീവാണെങ്കിൽ ഒന്നിച്ച് കൂടി ഒന്ന് മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, ചെടികളൊക്കെ നന്നാക്കാം അല്ലെ. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അറ്റ് ഓൾ അല്ലെ, ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് നല്ല ലവ് നിങ്ങൾക്ക് കിട്ടും അല്ലെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അല്ലെ. വീട്ടില് സിസ്റ്റർ അല്ലെങ്കിൽ ഉമ്മ അല്ല അമ്മായിയമ്മ പോരെടുത്താൽ അവരോട് പറയണം അല്ലെ, ഞാൻ മരിക്കുന്നത് വരെ എന്നെ നോക്കാനുള്ളത് ഇവളാണ്, എന്റെ മക്കളെ പ്രസവിച്ച് പോറ്റി വളർത്തിയത് ഇവളാണ്, അവളെ ഞാൻ സ്നേഹിക്കുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്, നീ ഞാൻ അവളെ ഒരു മാസം വീട്ടിൽ കൊണ്ടാക്കാൻ നിനക്ക് പറ്റുമോ, ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ നാത്തവും വന്ന് പല കച്ചറകളൊക്കെ ഉണ്ടാക്കും, അവളോട് അറിയാം ഇതൊക്കെ ഇവള് ചെയ്യുന്നതാണ്. എന്റെ മക്കളെ പിന്നെ ഇപ്പൊ പ്രസവിച്ചു വളർത്തി സ്കൂളിൽ പറഞ്ഞയക്കുന്നു, എനിക്ക് വേണ്ടിയൊക്കെ തന്നെ, ഇനി ഞാൻ മരിക്കോളും അവളെ നോക്കും എന്നാണ് എന്റെ ധാരണ. ഇനി ഒരു കാര്യം ചെയ്യും, അവളായിട്ട് കുത്താനും ചവിട്ടാനും ഒന്നും നിൽക്കണ്ട, അവളെ ഞാനൊരു മാസം വീട്ടിൽ കൊണ്ടാക്കാം, നീ ഇവിടെ നിൽക്ക്, എന്നിട്ട് എന്റെ കുട്ടികളെ നോക്ക്. ഒരു 3-4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ നാത്തോനും വന്നൊന്നും നോക്കൂല, ഉറപ്പാ. പോരാത്ത ഉമ്മനെ
ഉമ്മനെ നോക്കാൻ അത്രയും പറ്റൂല. എന്താ ചെയ്യാന്ന് വെച്ചാല് നാത്തൂനും ഉമ്മനെ നോക്കുമ്പോ പല കുറ്റവും പറഞ്ഞു വരും. പക്ഷെ അവള് ആക്ച്വലി ഒരു ദിവസം പോലും നോക്കുകയില്ല. അതാണ് സത്യം അല്ലെ. ഇങ്ങനത്തെ പലതരം ഉടായിപ്പുകളും ആയിട്ട് വരുന്ന പെങ്ങന്മാരാണെങ്കിലും ഉമ്മ ആണെങ്കിലൊക്കെ അത് മാന്യമായ രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ആക്കാമല്ലേ. എത്താത്തല്ലേ, ഉമ്മ അല്ലേ, ഉമ്മനോടും തമാശ പറയാം. ഒരു കാര്യം ചെയ്യുമ്പോ അവളെ കൊണ്ട് പൊറുതി മുട്ടേ ഞാനിവളെ അവിടെ കൊണ്ടാക്കിയിടാം അല്ലേ. ഉമ്മയും പിന്നെ താത്തയും ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ രണ്ടാളും മതിയല്ലോ എന്നും പറഞ്ഞവയെ മാറ്റിക്ക് എന്നെ അവിടെ ആക്കി തരാന്നുള്ള. അനീന അവിടെ നിന്നോണ്ടേ എന്നെ മാസത്തിനടുക്ക് എന്നെ വിളിക്കരുത് എന്നൊക്കെ പറയാം. ഒന്ന് പോയി നോക്കി നല്ല രീതിയിൽ ഫോൺ ചെയ്യൊക്കെ ചെയ്യാം അല്ലേ. അപ്പൊ അവരാ കുടുങ്ങുക വീട്ടുകാരെന്നെ. പിന്നെ ഒലിക്ക് മേലിൽ ഈ കാലത്ത് ചൊറിച്ചല് ഒരിക്കലും വരൂല അല്ലെ. പ്രശ്നം വരുമ്പോൾ ഐ ആം വിത്ത് യു, ഐ ലവ് യു സോ മച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മളെ പുരുഷന്മാര് കാണിക്കേണ്ടത്. ഇനിയിപ്പോ നേരെ ചൊവ്വ കാണിച്ചിട്ടില്ലെങ്കിലും ഒരു പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് ഭാര്യ എന്തും സഹിച്ച് നിന്നോളും അല്ലേ. അപ്പൊ ഇതിനുള്ള ഇതൊക്കെ ഇങ്ങനൊക്കെ പറയാനുള്ള ഒരു ആർജവം ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പണ്ടുള്ള ആണുങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല അല്ലെ. ഇങ്ങനെയുള്ള ആണുങ്ങളാണ് ഇന്റലിജന്റ് ഹസ്ബൻഡ്സ് അല്ലെ. അതായത് ഫോർസൈറ്റഡ് ഹസ്ബൻഡ്സ് എന്ന് പറയും, ദീർഘദൃഷ്ടിയുള്ള ഭർത്താവ് അല്ലെ. ഒരു ഭാര്യ ചെയ്യുന്ന ജോലിക്ക് നാം എത്ര കൊടുക്കേണ്ടി വരും അല്ലെ. ചുരുങ്ങിയത് അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പോട്ടെ ഒരു നല്ല വാക്ക് ഇല്ല, അല്ലെങ്കിൽ നല്ല നോക്ക് ഇല്ല. സ്നേഹം പ്രശ്നം വരുമ്പോൾ ഇല്ലേ, യു ആർ മൈ ലവിങ് വൈഫ് അല്ലേ, നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ്. ഓല അവിടുന്ന് പറഞ്ഞോട്ടെ, ഞാനുണ്ട് നിന്റെ കൂടെ. ശരിയും തെറ്റും ആരെടുത്താന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് എല്ലാ തെറ്റ് ചെയ്യുന്ന ഭാര്യമാരെയും കൂടെ ചേർത്ത് നിർത്തണം എന്നല്ല. അവൾക്കും അവർക്കും തെറ്റുകളും മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. പിന്നെ തേനെ പൂവേ മുത്തേ എന്നൊക്കെ വിളിക്കുന്ന കുട്ടികളില്ലാത്ത സമയത്തൊക്കെ ഇപ്പൊ അങ്ങനെ വിളിച്ചപ്പോ എന്താ, നമ്മളെ ജീവിതത്തിന് ഒരു ഇറുക്കവും മുറുക്കവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഹാപ്പി ആവൂലേ അല്ലെ. അവളെ ഇഷ്ടം പോലെ അല്ലെ, അവളെ റെസ്പെക്ട് ചെയ്ത് അവളെ ആങ്ങളമാരായാലും അല്ലെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരെന്താക്കും വെച്ചാല് പിന്നെ നിങ്ങളെ വീട്ടുകാരെ സ്നേഹിക്കും, ഉമ്മനെ നോക്കും അല്ലെ, ഫിസിക്കൽ സ്ട്രെങ്ത് നോക്കും, ഇമോഷണൽ സ്ട്രെങ്ത്. ലേഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ നല്ല പവറാ, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ഇമോഷണൽ സ്ട്രെങ്ത് ലേഡീസിനെ വെല്ലാൻ വേറെ ആരെയും കഴിയില്ല അല്ലെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്കത് പിന്നെ എന്താക്കാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പൊ ഇമോഷണൽ സ്ട്രെങ്ത്തിന് സ്ത്രീകളെ കവച്ചു വെക്കാൻ ഒരാൾക്കും പറ്റില്ല അല്ലെ. ഉദാഹരണമായിട്ട് ചെറിയൊരു ലൈറ്റ് എക്സാമ്പിൾ എടുക്കാൻ നമുക്കില്ലേ, പ്രസവ വേദന, സിസേറിയൻ, ഇതൊക്കെ എന്താ സാധനം. ഇപ്പൊ നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ ഓരോ പെണ്ണുങ്ങൾ പ്രസവവേദന വരുമ്പോ കഴിക്കുന്നല്ലേ. എത്രയോ ഞരമ്പുകൾ ഒരേ സമയം മുറിച്ചാലുള്ള വേദനയാണ് പ്രസവ വേദന. നമ്മളാരും ഇതേവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം അല്ലെ. ഇനി സിസേറിയൻ ആകട്ടെ, എത്ര 7 ലെയറോ 4 ലെയറേറ്റം വയറ് കീറിയിട്ട് വേണം ആ പൈതലിനെ ഒന്ന് പുറത്തെടുക്കാൻ അല്ലെ. ഒരു സൂചി എങ്ങാനും നിങ്ങൾ അടുത്തേക്ക് കൊണ്ടുവന്നാലേ നിങ്ങൾ ആ സൂചി കാണുമ്പോ ഓടൂലേ അല്ലേ. ഇതെല്ലാം ആണുങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇമോഷണലി ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കരതാ. നിങ്ങളെ വീഴ്ചയിലും തളർച്ചയിലും ഒക്കെ അവളായിരിക്കും നിങ്ങൾക്ക് കൂട്ടിന്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ, ഇനി വന്നാലേ ഒന്ന് കാല് പൊട്ടി ബാത്റൂമിൽ പോയി കൂടാ, എല്ലാ അസിസ്റ്റൻസിനും ഭാര്യ ചെയ്യും പോലെ ഒരാളും ചെയ്യൂല എന്നുള്ള സത്യാവസ്ഥ എപ്പോഴും മനസ്സിലാക്കണം അല്ലെ. അതായത് ഒരിക്കല് ഒരു ഹസ്ബൻഡ് പിന്നെ അവൾക്ക് എന്തോ പ്രശ്നമായിട്ട്, അവളെ വീട്ടിൽ എന്തോ പ്രശ്നമായിട്ട്, ഇയാളമ്മ കുറെ കാലമായിട്ട് കിടപ്പില. വീട്ടിലെന്തോ പ്രശ്നമായപ്പം അവള് പോയി, ആരും ഇല്ല. അപ്പൊ ഇയാൾ പറഞ്ഞാ നീ പോയിക്ക്, എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ 2 ദിവസം നിന്നിട്ട് പോരുന്നാണ് പറഞ്ഞേക്ക. ഇയാളിത് ഉമ്മനെ നോക്കാൻ നിന്നപ്പോഴല്ലേ ഉമ്മന്റെ കഥ അറിഞ്ഞു. ഉമ്മ തീരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ആദ്യം പറയും വിക്സ് വേണം, പിന്നെ പറയും വെള്ളം വേണം, പിന്നെ പറയും ചൂടുവെള്ളം വേണം. ഇങ്ങനെ വെറുപ്പിച്ച് പിന്നെ മൂത്രമൊഴിക്കാൻ രാത്രി നേരം വെളുക്കോളും. ആ നേരം വെളുക്കോളും ഇയാൾ ഇടങ്ങാറാക്കി. 2-3 ദിവസം കഴിഞ്ഞ് ഇവളിങ്ങോട്ട് വന്നപ്പോ അയാളെ പറഞ്ഞു, എന്റെ പൊന്നേ ഞാനി തന്നെ എന്ത് പൂമാലിട്ടാണ് പൂജിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അതെന്തൊരു കഥാണിത്, നീ എത്ര കാലായി ഉറക്കൊയ്യുന്നു, എന്നിട്ട് എന്നോട് ഒരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പെങ്ങന്മാര് അനിയന്റെ ഭാര്യമാരൊക്കെ അവരെ വീടുകളിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങുമ്പോ നീ ഇത്രയും എന്റെ അമ്മക്ക് വേണ്ടി ബുദ്ധിമുട്ടിയല്ലോ എന്ന് പറഞ്ഞൊരു ഡീപ് കിസ് കൊടുക്കാനല്ലേ. കഥ കേട്ടപ്പോ ഞാൻ വരെ കരഞ്ഞു പോയില്ലേ. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെ ഭാര്യ നല്ല കറി ഉണ്ടാക്കും, വീട്ടു ജോലിക്ക് ആളെ വെക്കൂല, ഉമ്മനെ ഉപ്പനെ സ്നേഹിക്കൂ,
പിന്നെ വീട് ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, കീശ കാലിയാകുകയുമില്ല, വീട്ടിൽ നല്ല മനസ്സമാധാനവും സ്വസ്ഥതയും ലഭിക്കും അല്ലെ. ഈ ടിപ്സ് അറിഞ്ഞിരുന്നെങ്കിലല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാർ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ്, അതായത് നമ്മളെ ഫാമിലി തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള വിധത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇതുപോലെ നല്ലൊരു സമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ ഭർത്താക്കന്മാർ ഈ സത്യം മനസ്സിലാക്കിയില്ലേ, ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭാര്യക്ക് സമം ആരും ആയില്ല. ചിലർ പറയുന്നേക്കാം ഉമ്മ, അത് വെറുതെ പറയാണ്, ഉമ്മക്ക് മകന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ കാര്യത്തിനും പിന്നെ ബോർഡേഴ്സ് ഉണ്ട് അല്ലെ. ഒരു ഭാര്യയാവാൻ പറ്റുമോ? അവന്റെ കുട്ടികളെ അതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കുട്ടികളെ മീറ്റിങ്ങിന് പോകാൻ പറ്റുമോ? ഓൻ എവിടെങ്കിലും പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുമോ അല്ലെ. ഉമ്മക്ക് ഉമ്മതിൻ്റെതായ ബൗണ്ടറീസ് എന്തായാലും ഉണ്ട് അല്ലെ. ഭാര്യക്ക് സമം ഭാര്യ മാത്രമാണ്. അത് മനസ്സിലാക്കി എന്ന് വെച്ച് ഉമ്മനെ കുറ്റം പറയാനോ ചീത്ത പറയാനോ ഒന്നുമല്ല. ഉമ്മന്റെ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവും, അതും സഹിച്ച് വേറൊരു വശത്ത് നിൽക്കണം. അതേസമയം സ്വന്തം ഭാര്യക്ക് കൊടുക്കേണ്ടതായ സ്നേഹം എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു സുന്ദര പൂങ്കാവനമായി മാറുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്.